ഗൈസ് ഞങ്ങൾ ഇന്ന് മറ്റേ ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ട സ്ഥലത്ത് നിന്ന് വളരെ കയറ്റമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർത്തേൺ പ്രൊവിൻസ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതിനെ പറ്റിയാണ്. പകുതി എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വ്ളോഗിനെ പറ്റി ആലോചിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങളെപ്പറ്റി ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം ആക്കാം. സോ ഗൈസ് ഇവിടെ നിന്ന് ഒരു 49 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ 49 കിലോമീറ്റേഴ്സാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരെ കാണാൻ പറ്റും, പിന്നെ കുറേ മലകൾ കുന്നുകൾ കാണാൻ പറ്റും. അത് അടിപൊളി. പിന്നെ അതൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ ആക്സിഡൻറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ജീവനോടുണ്ട് ഗൈസ്. ഇവിടെ കുറേ നീളമുള്ള ട്രീസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കാട്ടിത്തരാം. ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയ കാറ് കാണാൻ പറ്റും. പിന്നെ കുറെ വളവുണ്ട്. ഇവിടെ എത്ര വളവുണ്ട് അവിടെ? ഇവിടെ പലതും കാണാൻ പറ്റും ഗൈസ്. ഇവിടെ ഒരു 14 ബെൻസ് എങ്കിലും ഉണ്ടാവും. കണ്ടില്ല വളവ്, ഇഷ്ടംപോലെ വളവ്. പിന്നെ അതുപോലെ കുറ്റിക്കാടുകൾ കാണാൻ പറ്റും. 2-3 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് നല്ല കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയോ അത് അതിജീവിച്ച് വരുന്നുണ്ട് ഗൈസ്. ബാക്കി പിടിക്കാം ഗൈസ്. എൻജോയ്മെന്റിലാണ് ഗൈസ്. വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ വേണ്ട, എന്നെക്കാളും ഭയങ്കര സ്പീഡിലാണ് ഗൈസ് പോകുന്നുണ്ട്. ഞാൻ പരുമാരി പിടിക്കാൻ നോക്കിയിട്ട് നടക്കള്ള ഗൈസ്. ക്യാമറ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ സ്ലോ ഡൗൺ ചെയ്തില്ലെങ്കിൽ പലതും കാണേണ്ടി വരും ഗൈസ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 100 പ്രാവശ്യമെങ്കിലും നിന്നിട്ടുണ്ടാകും ഗൈസ്. എന്നെ കൂടെ വയ്യ. നിങ്ങൾക്ക് ആകെ കാണാനുള്ളൂ. ഇത് കേരളമല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോകേണ്ടതാണ്. എൻ്റെ സ്റ്റാമിന കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരു റോക്കറ്റിൻ്റെ സ്പീഡിലാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡിലെങ്കിലും പോണ റാസി ഗൈസ്. ഇടയ്ക്ക് പല കാഴ്ചകളും കാണാൻ പറ്റാറുണ്ട് ഗൈസ്. ഇതൊരു ഓട്ടോറിക്ഷ പോലത്തെ സാധനമാണ്. സോ ഗൈസ്, നമ്മളിവിടെ എത്താറായി. കാരണം ഇപ്പോൾ കുന്നുകളൊന്നും അധികം കാണുന്നില്ല. നമ്മൾ കയറ്റെത്തി കഴിയുമ്പോൾ നിന്ന് വിചാരിക്കും വീണ്ടും കയറ്റം വീണ്ടും തുടങ്ങും. പക്ഷേ ലുക്ക്, ഇനി കയറ്റമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇറ്റ് സീംസ് ലൈക്ക് ഇനി ഫുള്ള് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് അധികം എഫേർട്ട് ഇട്ട് റൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് കീപ് അപ്പ്. പക്ഷേ ഒരു ഉറുമ്പിൻ്റെ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അതിനേക്കാളും സ്ലോ ആണെന്ന് സംശയം. യെസ്, ഞങ്ങൾ 2 ഉറുമ്പിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. ഞങ്ങളിൽ തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നു ഗൈസ്. ഞങ്ങൾ കളിയാക്കരുത് ഗൈസ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഉറുമ്പുകൾ പിന്നെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു ഗൈസ്. വീടുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ റാസി. മറ്റേ നമ്മുടെ അത് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതിപ്പോൾ തിന്നൂരം പോലെ നമ്മളിപ്പോൾ കയറ്റം കഴിയുന്ന പോലെ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, നമുക്ക് ഭാഗ്യമല്ലാതെ പോയി. ഇവിടെ കുരങ്ങന്മാരെ കാണുന്നില്ല. സോ മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് ഈ ഭാഗത്തുള്ള കുരങ്ങന്മാരെ കാണാൻ പറ്റും. കുരങ്ങന്മാരെ കിട്ടിയില്ലെങ്കിലും വേറൊരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഒരു സംഭവം കാണാൻ വരണ്ടോ ഗൈസ്? ഒരുത്തൻ ലോറീൻ്റെ പുറകെ പിടിച്ച് പോകുന്നതാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഞങ്ങൾ ആ കയറ്റം കഴിഞ്ഞു ഗൈസ്. ആൻഡ് മിഷൻ സക്സസ്ഫുൾ. 4 ഉറുമ്പിനെയും കൂടി ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. പെട്രോൾ സ്റ്റേഷൻ എത്തി. ചെറിയൊരു ഇറക്കവും എത്തി. കാണിച്ചു തരാം. ഇനി നമുക്ക് വെള്ളം വാങ്ങിക്കാൻ
അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാനത് ഫുള്ള് കുടിച്ച് ചേർത്തു വറ്റിച്ച ചിക്കൻ. ഇനി ഇച്ചിരി നേരം ഞങ്ങൾ ഇറക്കം ഞാൻ ചോദിച്ചേട്ടെ ഗൈസ്. ഇത്രയും വല്ല കയറ്റം കയറിയാലും നല്ലൊരു ഇറക്കം കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് ഗൈസ്. ഗൈസ് പിന്നെയും ഒരു കയറ്റം വന്നിരിക്കുകയാണ് ഗൈസ്. എന്ത് കഷ്ടമാണ് ഗൈസ്. കയറ്റവും പേർക്കും മാത്രമുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. ഗൈസ് അപ്പോൾ എടുക്ക വെച്ച് തൻ്റെ സൈക്കിള് ബ്രേക്ക് ഡൗൺ ആയി. വീട്ടിൽ നിന്ന് ആളെ വിളിച്ച് സ്കൂട്ടറിൽ ഇപ്പോൾ കൊണ്ടുപോണ്ടി വന്ന്. ഞാനതുകൊണ്ട് പിന്നെ അധികം ചവിട്ടാൻ നിന്നില്ല. തിരിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കേണ്ട വഴിയാണ്.